ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നമ്മൾ ഒത്തുകൂടിയത് സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആദ്യമായി ആമുഖമായി ദുആ ചെയ്യുകയാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ നല്ലതും കാണാം, ചീത്തയും കാണാം. നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായ പ്രതികരണവും പ്രതിരോധവും ചീത്തയെ തടയാൻ വേണ്ടി ആവണമെന്നത് വിശ്വാസി എന്ന നിലയിൽ ഒരു ധാർമ്മിക ഉത്തരവാദിത്തമാണ്. മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളും ജീവിച്ചു പോരുന്നത്. നമുക്ക് ഉണ്ടാവേണ്ട നിർബന്ധിതമായ ആ സ്വഭാവത്തെക്കുറിച്ച് പരിശുദ്ധ പ്രമാണങ്ങളിലെ വളരെ ഗൗരവമേറിയ ചില ചർച്ചകളും സ്വഹാബികളുടെ ജീവിതവുമൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലായി നമ്മുടെ ഈ കുറഞ്ഞ നേരത്തെ സംസാരത്തിൽ ഇൻഷാ അല്ലാഹ് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കാണ്. അള്ളാഹു നമ്മുടെ അറിവിലും നമ്മൾ ചെയ്യുന്ന അമലുകളിലും അവന്റെ പൊരുത്തം തരട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുന്നു. ഖുർആൻ പറയുന്നു, സൂറത്തു ആലു ഇമ്രാനിന്റെ 104 ആയത്ത്, നിങ്ങളിൽ ഒരു സമൂഹം ഉണ്ടാവണം, ഉണ്ടായി വരട്ടെ. തികച്ചും അതൊരു ന്യൂനപക്ഷം പോലെയാണ് ഖുർആനിന്റെ ആ അക്ഷരങ്ങളുടെ ക്രമീകരണം തന്നെ സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ആ പ്രയോഗത്തിന്റെ ലക്ഷ്യം അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅ്റൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങളിൽ ഒരു സമൂഹം ഉണ്ടാവട്ടെ. നിങ്ങളിൽ എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാവൂല. നിങ്ങളിൽ എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാവൂല. ചിലർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു സൗഭാഗ്യം അവരിൽ നിന്നും ഒരു നല്ല തലമുറ ഉണ്ടാകുന്നു എന്നത്. അങ്ങനെയാണ് ഇന്നലെ എന്നോടൊരു സഹോദരൻ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ സമപ്രായക്കാരനായ അയൽവാസിയായ കേരളത്തിൽ അറിയപ്പെട്ട ഒരു ആലിമിനെ കുറിച്ച്. ആ ആലിം കേരളക്കരയിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു മഹല്ലിൽ ദർസും ഖതീബുമൊക്കെയായി ജോലി ചെയ്യുന്ന, സേവനം ചെയ്യുന്ന കാലഘട്ടത്തിൽ ഗൾഫിൽ പോവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഗൾഫിലേക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാവും. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമാണ്. പക്ഷേ ആ സന്ദർഭത്തോട് അടുത്ത് വരുമ്പോൾ അത് മുടങ്ങിപ്പോയി. അങ്ങനെയായി കുറെ നാളായി ഈ അയൽവാസിയായ ആലിം സുഹൃത്ത് ഇതിനെ ശ്രമിക്കുന്നു, പരാജയപ്പെടുന്നു, ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ അയൽവക്കത്തല്ലേ ഈ ആലിമിന്റെ ഉമ്മ എന്നോട് ഇന്നലെ സംസാരിച്ച സഹോദരന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അന്ന് പറഞ്ഞു എല്ലാവരും ഗൾഫിൽ പോവാ, അവന്റെ പ്രായക്കാരെല്ലാവരും, അവനും അങ്ങനെ പോണം എന്ന ആഗ്രഹമുണ്ട്, ശ്രമമുണ്ട്. പക്ഷേ ഗൾഫിലേക്ക് അവനെ വിടല്ലേ അല്ലാന്ന് ഞാൻ ദുആറക്കാണ്. എന്നാണാവോ എൻ്റെ മോൻ ഇനി എൻ്റെ ദുആ മറികടന്ന് പോവാൻ പറ്റാ. കാരണം ഉമ്മ ആഗ്രഹിക്കുന്നത് ഇൽമ് പറയുന്ന, ഇൽമുമായി ബന്ധപ്പെട്ട മേഖലയിൽ തൻ്റെ മകൻ ഉറച്ചു നിന്നാൽ ആ ഉമ്മയുടെ ആഖിറത്തിലേക്ക് അതൊരു സമ്പാദ്യമാണല്ലോ എന്ന ചിന്തയാണ്. ഇന്നും ആ സഹോദരൻ ഗൾഫിൽ പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളിൽ ഒരു നല്ല സമൂഹം ഉണ്ടാവട്ടെ. അതെല്ലാവർക്കും കിട്ടൂല ഭാഗ്യം. അത് ചില മാതാപിതാക്കൾക്ക് അള്ളാഹു കനിഞ്ഞേകുന്ന ഒരു സൗഭാഗ്യമാണ്. ചില മാതാപിതാക്കളെ സ്വർഗത്തിന്റെ
അകത്തളത്തിൽ അല്ലാഹു ആദരവിന്റെ കിരീടം കൊടുത്തുകൊണ്ട്, അവരുടെ ശിരസിൽ ആദരവിന്റെ കിരീടം ചാർത്തിക്കൊണ്ട് അല്ലാഹു അവരെ സന്തോഷിപ്പിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ ആ ഭാഗ്യം ചെയ്ത മാതാപിതാക്കൾ നബിയെ? ആ മാതാപിതാക്കളുടെ മക്കൾ ആലിമാണ് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഒരു ഭാഗ്യ ചിലർക്കേ കിട്ടൂ. വൽതകും മിൻകും ഉമ്മത്തി യദഊന ഇലൽ ഖൈർ. വൽതകും മിൻകും, നിങ്ങളിൽ ചിലരിൽ നിന്നും ഉണ്ടാവട്ടെ. എല്ലായിടത്തും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഉമ്മത്തി യദഊന ഇലൽ ഖൈർ, ഖൈറായ കാര്യങ്ങളിലേക്ക് മറ്റുള്ളവരെ വിളിച്ചു കൂട്ടാനുള്ള യോഗ്യതയുള്ള നല്ലവരുണ്ടാവട്ടെ. അങ്ങനെയാ സുബഹി നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ ഉറക്കെ ഖുർആൻ ഓതുന്ന പതിവായിരുന്നു. മഹാനായി ഇമാം ഖാൻ എന്ന് പറയുന്ന കശ്മീരി സഹോദരന് ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യും, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കും. വലിയ ആലിമൊന്നുമല്ല, എന്നാൽ നല്ല സൂക്ഷ്മതയാണ്. ഒരിക്കൽ ആ സഹോദരൻ ഒരു സ്വപ്നം കണ്ടു. വിജനമായ ഒരു മൈതാനം. ആ മൈതാനത്തിൽ ഒരുപാട് പ്രാവുകൾ പാറിപ്പറക്കുന്നുണ്ട്. കുറെ ആളുകളുണ്ട്. പാറിപ്പറക്കുന്ന പ്രാവുകളിൽ മനോഹരമായ വെളുത്ത നിറത്തിലുള്ള ഒരു പ്രാവ്, ഒരൊറ്റ പ്രാവേ ഉള്ളൂ. അതിനെ എല്ലാവരും ശ്രദ്ധിക്കാതെ ഇങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹരമായ കാഴ്ച നൽകിക്കൊണ്ട് അതിങ്ങനെ പാറി 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 പറന്ന് മണ്ണിനോട് ചേർന്ന് പിന്നെയും ഉയർന്നു പറന്ന് പിന്നെയും ചേർന്ന് നല്ല രസകരമായ കാഴ്ച. സ്വപ്നമാ ആ പ്രിയപ്പെട്ട സഹോദരന്റെ മടിത്തട്ടിൽ എല്ലാവരും നോക്കി നിൽക്കെ ആ പ്രാവ് വന്നിരുന്നു. ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമായി, അത്ഭുതപ്പെടുത്തിയ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമായി ആ സഹോദരന് ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ കൊടുത്ത നിർദ്ദേശം, ഒരു മകൻ ജനിക്കാനുണ്ട്. ലോകത്ത് ഒരു വെള്ളരി പ്രാവിനെ പോലെ ശോഭ വരുത്തുന്ന ഒരു മകൻ പിറക്കുന്നു എന്ന്. മഹാനായ അല്ലാമ മുഹമ്മദ് ഇഖ്ബാലായിരുന്നു ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമായി പറയപ്പെട്ട ആ മകൻ. ആ വാപ്പയുമായും എത്ര പുണ്യം ചെയ്ത ജന്മമാണ്. അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇക്കഴിഞ്ഞ 1000 കൊല്ലത്തിനുള്ളിൽ പ്രവാചക പ്രണയത്തിൽ ദാർശനികമായ തന്റെ ചിന്തകളെ ലോകത്തിന് സമർപ്പിച്ച സമുന്നതനായ വ്യക്തിപ്രഭാവം. ആ മകൻ പിറക്കുന്നതിന് മുമ്പ് വാപ്പ കണ്ട സ്വപ്ന സ്വാലിഹായ ഒരു പിതാവ്. അങ്ങനെയാണ് ലോകത്തെ എല്ലാവർക്കും കിട്ടൂല നല്ല മക്കളെ, നന്മയിലേക്ക് കൂട്ടുന്ന ഒരു തലമുറയെ, നല്ല ശിഷ്യന്മാരെ, നല്ല സുഹൃത്തുക്കളെ. يأمرون بالمعروف ويأمرون بالمعروف وينهون عن المنكر. ഈ ആയത്തിൽ പറഞ്ഞ വൽതകുൻ മിൻകും, മിൻകും ആ വാക്കിൽ തബ്ഈദിന്റെ മഅന എന്ന് പറയാം. ചിലരിൽ നിന്നും ഉണ്ടാവട്ടെ. നന്മ കൽപ്പിക്കുകയും തിന്മ ചെയ്യല്ലേ എന്ന് പറയുകയും ചെയ്യുന്നവരുണ്ടാവട്ടെ. ചിലർക്ക് പറയാൻ പറ്റില്ലേ, എന്തെങ്കിലും കാണിക്കട്ടെ, അങ്ങോട്ട് വാ എന്ന് പറഞ്ഞു പോരും. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആ നല്ല ജന്മങ്ങളാണ് യഥാർത്ഥത്തിലെ വിജയികൾ എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാൻ 104. നന്മക്ക് വേണ്ടി ശബ്ദിക്കണം, തിന്മ അരുതെന്ന് പറയാൻ കഴിയണം. അത് നമ്മുടെ വീട്ടിലുണ്ടല്ലോ, നമ്മുടെ ചുറ്റുപാടുകളിലുണ്ടല്ലോ. സൂറത്ത് ആൽ ഇംറാനിന്റെ 110-ാമത്തെ ആയത്ത്, 2-3 ആയത്ത് താഴേക്ക് ഇറങ്ങി ഇങ്ങനെ വരുമ്പോ പിന്നെയും കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅ്റൂഫി വതൻഹൗന അനിൽ മുൻകർ وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم الفاسقون.
നിങ്ങൾ നല്ല സമൂഹ, ജനങ്ങൾക്ക് പ്രയോജന നിങ്ങളുടെ നന്മ എന്ന് ഖുർആൻ. തഅ്മുറൂന ബിൽ മഅറൂഫ്, നല്ലത് നിങ്ങൾ പ്രചരിപ്പിക്കണം, അരുതായ്മ കാണുമ്പോൾ അരുതെന്ന് പറയണം എന്ന് ഖുർആൻ. എത്രയാ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ഗണത്തിൽ പെടാൻ നമുക്ക് കഴിയണം. നമ്മുടെ സുബ്ഹാനല്ലാഹും ലാ ഇലാഹ ഇല്ലല്ലാഹും ഉപകാരപ്പെടണമെങ്കിൽ നല്ല ഷേപ്പ് ചെയ്ത ഒരു ഡ്രസ്സ് ധരിച്ചുകൊണ്ട് മകള് സ്കൂളിൽ പോകാൻ നിൽക്കുക, അല്ലെങ്കിൽ കോളേജിൽ പോകാൻ നിൽക്കുക. നമുക്ക് ഉള്ളുകൊണ്ടൊരു വിഷമമുണ്ട് കാണുമ്പോൾ. പിന്നെ നമ്മളൊരു വ്യാഖ്യാനം കൊടുക്കും, കാലഘട്ടം അങ്ങനെയല്ലേ, പിള്ളേരെന്തെങ്കിലും കാണിക്കട്ടെ. പറ്റൂല, അരുതെന്ന് പറയണം, അരുതെന്ന് പറയണം. അങ്ങനെ ഒരു വേഷം നമുക്ക് പറ്റൂല മോളെ. മേക്കപ്പ് സെറ്റ് ഇല്ലാത്ത ഒരു അലമാരയില്ല, എല്ലാ വീട്ടിലുണ്ട്. അരുതെന്ന് പറയണം. അരുതെന്ന് പറയാൻ നമുക്ക് കഴിയണമില്ലെങ്കിൽ സ്വർഗമില്ല. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. റസൂലുള്ളാഹിനെ കുറിച്ച് പൂർവകാല വേദങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. ഖുർആൻ, തൗറാത്തിൽ പരാമർശമുണ്ട്, ഇൻജീലിൽ പരാമർശമുണ്ട്. എല്ലാ വേദഗ്രന്ഥങ്ങളിലും ഹബീബിനെ കുറിച്ച് പറഞ്ഞു പോയിട്ടുണ്ട്. അവിടെ പറഞ്ഞിട്ടുള്ളത് ഈ നബി എങ്ങനത്തെ നബി എന്ന്. യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത് ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم. റസൂലുള്ളാഹിയുടെ വിശേഷണം സല്ലല്ലാഹു അലൈഹി വസല്ലം. യഅ്മുറുഹും ബിൽ മഅറൂഫ്, നല്ലത് ചെയ്യാൻ പറയും. അതങ്ങനെ ചെയ്യേ, ഇങ്ങനെ ചെയ്യേ, അങ്ങനെ ചെയ്യാവൂ പറയും. പിന്നെയോ നല്ലത് പറഞ്ഞു കൊടുക്കുന്നതിന്റെ കൂടെ അത് മോശാണ്, പറ്റൂല എന്ന് തന്നെ പറയും. മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ മക്കൾക്ക് പെട്ടെന്ന് കണ്ണേറ് വരുന്നു. ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ് കേട്ടോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിലാണ് സംഭവം. ജഅഫർ റളിയല്ലാഹു അൻഹു ഷഹീദാണ് മുഅത്തത്തിന്റെ രണഭൂമിയിൽ. ജഅഫറിന്റെ മക്കൾക്ക് പെട്ടെന്ന് കണ്ണീർ ബാധിക്കുന്നു. കൂട്ടത്തിലെ എപ്പോഴെപ്പോഴും അസുഖങ്ങൾ വരുന്നു. സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ആ കുഞ്ഞുമക്കളെ കൊണ്ടുവരുന്നു. പെൺകുട്ടികളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന ആത്മീയ ആചാര്യൻ ആത്മീയ ചികിത്സയിലൂടെ നിർദ്ദേശങ്ങൾ പറയുന്നു, മരുന്നുകൾ നിർദ്ദേശിക്കുന്നു. അപ്പൊ ഇങ്ങനെ ആ ശരീരം പരിശോധിച്ചപ്പോ കാലിൽ നല്ല കിലുക്കമുള്ള കുലുസ് കിടക്കാം. ഉമർ പറഞ്ഞു, അത് പൊട്ടിച്ചു കളയണേ, കാരണം ഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ മഅ കുല്ലി ജർസിൻ ശൈത്താൻ. ഓരോ മണിക്കിലുക്കത്തിന്റെ കൂടെയും പിശാച് ഉണ്ടെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കുട്ടികളുടെ രോഗം പൈശാചികമാ, പൊട്ടിച്ചു കളയാൻ പറഞ്ഞു. ഇപ്പഴൊക്കെ മന്ദിരിച്ചിട്ട് കിട്ടണ മേടിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അല്ല പറയാൻ ഒരു മടിയില്ല. സയ്യിദുനാ ഉമർ, ഹബീബിന്റെ വിശേഷണം അങ്ങനെയായിരുന്നു. അവരങ്ങോട്ട് പകർത്തി. പറഞ്ഞില്ലെങ്കിൽ അള്ളാഹു ശപിക്കുന്ന, പറയേണ്ടത് പറഞ്ഞില്ലെങ്കിൽ ശപിക്കും. മരുമോക്ക് ഇഷ്ടാവൂലേ, നമുക്ക് വയസ്സാവുമ്പോ വെള്ളം തരാനുള്ള, അങ്ങനെയല്ല മോളെ, ഇതൊന്നും നമുക്ക് പറ്റിയതല്ല. നല്ല വാക്കില് നന്മ സ്വീകരിക്കാൻ പറ്റുന്ന, നല്ല സ്നേഹത്തിന്റെ ഭാഷ സ്വീകരിക്കുന്ന ഒരു സന്ദർഭം. മോനെ അങ്ങനെ ചെയ്യരുത് കേട്ടോ, അത് നമുക്ക് പറ്റൂല, ഇങ്ങനെ ആക്കിക്കോ, കുഴപ്പമില്ല, കൊള്ളൂല. അങ്ങനെ നമുക്ക് മരിച്ചു പോവണ്ടേ, അള്ളാഹുവിന്റെ സ്വർഗം നമുക്ക് വേണ്ടേ, ചെയ്യുന്ന അമല് നിസ്കാരമൊക്കെ കൊണ്ട് ശരിയാ നമുക്ക് പറ്റൂല. പടച്ചോന്റെ പൊരുത്തത്തിന് വേണ്ടി അത് ഒഴിവാക്കാൻ പറ്റുമോ? എന്നാൽ അങ്ങനെ ഉത്തരവാദിത്തം നമുക്കൊണ്ട് പറയല്.
എന്നാ അള്ളാഹു നിനക്ക് അതിന്റെ പകരം തരും. നീ വിഷമിക്കണ്ട. ഉമ്മ പറഞ്ഞത് കൊണ്ട് നീ വിഷമിക്കണ്ട. മോനെ വാപ്പ പറഞ്ഞുകൊണ്ട് വിഷമിക്കണ്ട. അത് ഒഴിവാക്കിക്കോ. അതിനിങ്ങനെയാ, അങ്ങനെ പറയാനൊരു ഉത്തരവാദിത്വം. അങ്ങനെ പറയാൻ നമ്മൾക്കൊരു ഉത്തരവാദിത്വം. നമ്മൾ പറയൂല. അവരാ തിന്മ ചെയ്യുകയും ചെയ്താൽ നമുക്ക് അള്ളാഹുവിന്റെ ശാപം. ഒരായത്ത് കേട്ടോട്ടോ, സൂറത്തുൽ മാഇദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون. അള്ളാഹുവിന്റെ ശാപം മഹാന്മാരായ 2 പ്രവാചകന്മാരുടെ വാക്കുകളിലൂടെ പുലർന്നിട്ടുണ്ടേ. ദാവൂദ് നബിയുടെയും ഈസ നബിയുടെയും നാവിലൂടെ ഇസ്രായേലികൾക്ക് ശാപം വന്നത് എപ്പോഴാണെന്നറിയോ? അതിരുവിട്ട് പ്രവർത്തിച്ചപ്പോഴാം. തിന്മ കാണുമ്പോൾ മിണ്ടാതിരിക്കുന്നതായിരുന്നു അവരുടെ സ്വഭാവം. അങ്ങനെയുള്ള സമൂഹത്തിന് പ്രവാചകന്മാരുടെ ശാപം കിട്ടിയിട്ടുണ്ടെന്ന് ഖുർആൻ. ഒരു തെറ്റ് കാണുമ്പോ പറയാൻ കഴിയണം. നല്ലോണം പറയേണ്ടത് നല്ലോണം പറയണം, ശകാരിച്ച് പറയേണ്ടത് ശകാരിച്ച് പറയണം, ശാഠ്യത്തിൽ പറയേണ്ടത് ശാഠ്യത്തിൽ തന്നെ പറയണം. സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് കാണാം, കേട്ടോളൂ. അൻ ത്വാരിഖ് ഇബ്നു ശിഹാബ് ഖാല അവ്വലു മൻ ബദഅ ബിൽ ഖുത്ബത്തി യൗമൽ ഈദ് ഖബല സ്വലാത്തി മർവാൻ. സാധാരണ പെരുന്നാൾ നിസ്കാരത്തിന് ആദ്യം നിസ്കാരം പിന്നെയാണ് ഖുത്ബ. അങ്ങനെ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതിന് വിരുദ്ധമായി ചെയ്യൽ മതമല്ല, മതനിയമം തെറ്റിക്കലാണ്. ഒരുത്തൻ അതിനെ വക്രവൽക്കരിക്കാൻ അങ്ങോട്ട് ശ്രമിച്ചു. മർവാൻ എന്ന് പറയുന്ന ആള് നിസ്കാരത്തിന്റെ മുമ്പ് ഖുത്ബ ഓതി. വെള്ളിയാഴ്ച അങ്ങനെയാണ്, പക്ഷെ പെരുന്നാളിന് നേരെ തിരിച്ച. പെരുന്നാളിന് ആദ്യം നിസ്കാരം, അത് കഴിഞ്ഞ ഖുത്ബ. മർവാൻ ആദ്യം ഖുത്ബ പിന്നെ നിസ്കാരം എന്ന നിലക്ക് പെരുന്നാളിന്റെ കർമ്മങ്ങൾ ചെയ്തപ്പോൾ ഒരു സ്വഹാബി എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, അസ്സലാത്തു ഖബലൽ ഖുത്ബ. മർവാനെ, താങ്കൾ ചെയ്തത് തെറ്റാണ്, അങ്ങക്ക് അധികാരം ഉണ്ടാവും. പക്ഷേ പെരുന്നാളിന് ഖുത്ബയാണ്, രണ്ടാമതാദ്യം നിസ്കാരമാണ്. ഇത് കണ്ട മഹാനായ ആ സ്വഹാബിയുടെ വാക്ക് കേട്ട മർവാൻ അത് ഉപേക്ഷിച്ച് അയാൾ പറയുകയും ചെയ്ത്. അയാൾ പറഞ്ഞു, എന്ന് സൗര്യല്ല. ഇവിടെ ഇങ്ങനെയപ്പ ഇവിടെ ഇങ്ങനെ അധികാരമുള്ള മർവാൻ ആദ്യം ഖുത്ബ പിന്നെ നിസ്കാരം എന്ന നിലക്ക് അമലിനെ വളച്ചൊടിച്ചപ്പോ ആ സദസ്സിൽ മഹാനായ അബൂ സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉണ്ട്. മഹാനവറുകൾ പറഞ്ഞു, അമ്മാ ഹാദാ ഫഖദ് ഖല്ലാ മാ അലൈഹി. മഹാനായ അബൂ സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മർവാനോട് പെരുന്നാൾ നിസ്കാരത്തിൽ ആദ്യ നിസ്കാരം പിന്നെ ഖുത്ബയാണെന്ന് തെറ്റ് തിരുത്തി കൊടുത്ത, അയാൾ ചെയ്ത തെറ്റിനെ തിരുത്തി പറഞ്ഞ ഈ സഹോദരൻ അദ്ദേഹത്തിന്റെ കടമ നിർവഹിച്ചു. എന്താ കാരണം? റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം, മർആ മിൻകും മുൻകറോ ഫൽയുഗയ്യിറുഹു ബിയദിഹി. ഒരു തിന്മ കൺമുന്നിൽ കണ്ടാൽ കൈകൊണ്ട് തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ കൈകൊണ്ട് തിരുത്തുക. ഫയല്ലം യസ്തതിഅ, കൈകൊണ്ട് പറ്റൂല എങ്കിൽ നാവ് കൊണ്ട് പറഞ്ഞു കൊടുക്കുക. ഫയല്ലം യസ്തതിഅ, നാവ് കൊണ്ടും പറ്റുന്നില്ലെങ്കിൽ ഫബിഖൽബിഹി, മനസ്സിൽ വെറുപ്പ് വിചാരിക്കാം. വദാലിക ദഅഫുൽ ഈമാൻ, ഈമാൻ ദുർബലമായ ഒരവസ്ഥയിലാണ് മനസ്സുകൊണ്ടൊരു വെറുപ്പെങ്കിലും കാണിച്ചിട്ട് പോ. എന്തുട്ടേ കാണിക്കണേ? മനസ്സുകൊണ്ട് വെറുത്തിട്ട് അങ്ങോട്ട് പോ. അങ്ങനെയെങ്കിലും ചെയ്യുക. സ്വഹീഹ് മുസ്ലിം. അപ്പൊ ഒരു തിന്മ കണ്ടാൽ പ്രതികരിക്കാനുള്ള ഒരു പ്രതികരണ ശേഷി നമ്മളിൽ ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ,
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ആ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി. സ്വഹീഹ് മുസ്ലിമിൽ തന്നെ ഒരു ഹദീസ് കാണാം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്തിൽപ്പെട്ട ഒരാളുടെ കയ്യില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർണത്തിന്റെ ഒരു മോതിരം കണ്ടു. ഒരു സ്വഹാബി ശ്രേഷ്ഠന്റെ കൈകളിൽ സ്വർണത്തിന്റെ ഒരു മോതിരം അള്ളാഹുവിന്റെ ഹബീബ് കണ്ടു. ഹബീബായ നബി തങ്ങൾ ആ സ്വഹാബിയോടുള്ളതായ അടുപ്പവും സ്നേഹവും സ്വാതന്ത്ര്യവും കൊണ്ട് ആ സ്വഹാബിയുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്നു. എന്നിട്ട് ഫനസഅഹു, പുന്നാര നബി തങ്ങൾ ആ സഹോദരന്റെ കയ്യിങ് വാങ്ങിയിട്ട് വിരലിൽ നിന്നും ആ മോതിരം ഊരിയെടുത്തു. ഫതറഹു, എന്നിട്ട് അതിനെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഒരു തിന്മ കണ്ടാൽ നമുക്ക് പ്രവൃത്തി കൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ പ്രവൃത്തി കൊണ്ട് തടയണം. അതിന് കഴിയുന്നില്ലെങ്കിൽ നാവ് കൊണ്ട് പ്രതിവചിക്കുകയെങ്കിലും ചെയ്യണം, പ്രതിരോധിക്കുകയും ചെയ്യണം, പ്രതികരിക്കുകയെങ്കിലും ചെയ്യണം. പറ്റില്ലെങ്കിൽ ഒന്നിനും പറ്റില്ലെങ്കിൽ മനസ്സുകൊണ്ടൊരു വെറുപ്പെങ്കിലും വേണം. സ്വഹാബിയുടെ കയ്യിൽ കിടന്ന മോതിരം അല്ലാഹുവിന്റെ ഹബീബ് ഇറങ്ങി ചെന്നുകൊണ്ട് വലിച്ചൂരിയിട്ട് അതിനെ കളയുമ്പോൾ, എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർണമോതിരം ധരിക്കുന്ന ആ ട്രെൻഡിനെതിരെ പറയാൻ തുടങ്ങി. യഅ്മുദു അഹദുകും ഇലാ ജംറത്തിൻ മിൻ നാരിൻ ഫയജ്അലുഹാ ഫീ യദിഹി, പുരുഷന്മാരെ, നിങ്ങൾ സ്വർണത്തിന്റെ മോതിരം കൈവിരലിൽ ധരിക്കുക എന്നത് നരകത്തിന്റെ തീക്കൊള്ളി കൈവിരൽ ചുറ്റിവെക്കുന്ന പോലെയായിട്ടാ ഞാൻ കാണുന്നത്. അങ്ങനെ അരുതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. فقيل للرجل بعدما ذهب رسول الله صلى الله عليه وسلم, ഇതങ്ങ് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ നിന്ന് പോയി. നബി തങ്ങൾ പോയി. സദസ്സ് മറ്റുള്ള ചർച്ചകളിലേക്കായി, മറ്റുള്ള കാര്യങ്ങളിലേക്കായി. സ്വഹാബിയുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണമോതിരം വലിച്ചെറിഞ്ഞത് പലരും മറന്നുപോയി. ആ സമയമുണ്ടല്ലോ, ഈ മോതിരം ധരിച്ചു വന്ന സ്വഹാബിയോട് മറ്റൊരാള് പറയുകയാണ്, അള്ളാന്റെ റസൂല് പോയല്ലോ, ഖുദ് ഖാതമക, നീ പോയി മോതിരം എടുത്തോ, എന്നിട്ട് ബിഹി, അത് കയ്യിലിട്ടോ, റസൂലുള്ള കാണൂല. അങ്ങനെ ഒരാൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ സ്വഹാബി പറഞ്ഞു, ലാ ലാ വല്ലാഹി ലാ ആഖുദുഹു അബദാ, അള്ളാഹുവാണ് തന്നെ, അള്ളാഹുവെ തന്നെയാണ് സത്യം, ഞാൻ ഒരിക്കലും ആ മോതിരം ഇനി എടുക്കൂല. ആരാണ് അത് ഇടരുതെന്ന് എന്നോട് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയുണ്ടേ, ആരാണ് അത് ധരിക്കരുതെന്ന് എന്നെ ഉപദേശിച്ചതെന്ന് എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. റസൂലുള്ളാഹി വേണ്ടാന്ന് പറഞ്ഞത് എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. അർശിന്റെ തണല് കിട്ടുന്ന ഒന്നാമത്തെ വിഭാഗം ആളുകൾ, 7 വിഭാഗത്തിന് അർശിന് തണല് കിട്ടുള്ളൂ. ഒന്നാമത്തെ വിഭാഗം നീതിമാനായ ഭരണകർത്താവ്. എന്താ അവരുടെ പ്രത്യേകത? അവര് നീതി കൊണ്ട് കൽപ്പിച്ചു, അവര് നല്ലത് ചെയ്യാൻ ജനങ്ങളോട് പറഞ്ഞു. അതാണല്ലോ അവരുടെ പ്രത്യേകത. അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം നീതിമാനായ ഭരണകർത്താവ്. അവരുടെ പ്രത്യേകത എന്താ? അവർ നീതി പറഞ്ഞു ജനങ്ങളിൽ. ഖിയാമത്ത് നാളിൽ അല്ലാഹുവോട് ഏറ്റവും അടുപ്പം അവർക്കാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വഹീഹ് മുസ്ലിം, സ്വഹീഹുൽ ബുഖാരി ഒക്കെ ഹദീസ് പറയുന്നുണ്ട്. മഹാനായ അഹ്മദ് ബിൻ റജബ് അൽ ഹംബലി തങ്ങൾ ഹിജ്റയുടെ 795-ാമത്തെ വർഷം വഫാത്തായ മഹാൻ. അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരി, ഇബ്നു റജബ് തങ്ങൾ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനവരുകൾ പറയാ, നീതിമാന്മാരായ ഭരണകർത്താക്കൾ അല്ലാഹുവോട് ഖിയാമത്തിന്റെ കൊടും ഭീകരമായ അവസ്ഥയിൽ ചേർന്ന് നിൽക്കുന്നവരാണ്. അവർക്കന്ന് അല്ലാഹു കൊടുക്കുന്ന അംഗീകാരം അല്ലാഹുവിന്റെ വലംഭാഗം കൊള്ളയാണ് നീതിമാന്മാരായ ഭരണകർത്താക്കൾ സ്ഥാനമുറപ്പിക്ക. എന്തുകൊണ്ടാണ്? അവർക്ക് കുറെ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ താല്പര്യങ്ങളോടവർ വേണ്ട എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നവരാവർ.
അങ്ങനെ ഉണ്ടായിരുന്നു. താല്പര്യങ്ങളെ കുറെ അവഗണിച്ചവർ മധുരം തിന്നാൻ മോഹമുണ്ടായിരുന്നു. മദീനയിൽ ഒരു പെണ്ണിന്, ആ പെണ്ണിനെ എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട്? ആ പെണ്ണിന്റെ ഭർത്താവ് മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. മഹാനവറുകളുടെ ഭാര്യയ്ക്ക് മധുരം തിന്നാൻ മോഹം. ഭർത്താവിനോട് പറഞ്ഞു, സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, മധുരം തിന്നാൻ മോഹം അനുവദിച്ചില്ല. എന്തുകൊണ്ട്? ദുനിയാവിന്റെ സുഖലോലുപതയോട് രാജിയായി അത് വേണ്ടെന്ന് വെച്ചു പോകുന്ന മഹാനത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ചെലവിന് വേണ്ടി പണം കൊടുത്തു. ആ പണം ചിലവ് നടത്താനുള്ള തുച്ഛമായ പണത്തിൽ നിന്നും ആ സഹോദരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊരൽപാൽപ്പം മാറ്റിവെച്ചു. ആഗ്രഹിച്ച മധുരപലഹാരം വാങ്ങാനുള്ള പണം എത്തിയപ്പോൾ ഭർത്താവിന്റെ കയ്യിൽ കൊണ്ടുവന്നു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചിലവിന് തന്ന പണത്തിൽ നിന്നും ഞാൻ മാറ്റിവെച്ച് മധുരം വാങ്ങാനുള്ള പണം സ്വരൂപിച്ചതാ, മധുരം വാങ്ങിത്തരുമോ? ചിരിച്ചു. പ്രിയപ്പെട്ടവളെ അടുത്തിരുത്തി. എന്നിട്ട് പറഞ്ഞു, ദുനിയാവിന്റെ സുഖലോലുപതയോട് ഞാൻ വേണ്ടെന്ന് വെച്ച് നടക്കുന്നവനാ. അതുകൊണ്ട് നിനക്ക് വേണോ? റസൂലുള്ളാഹിയുടെ കൂടെ നേരെ സ്വർഗത്തിലേക്ക് പോവാനുള്ള സുഹൃത് ജീവിതം നമ്മൾ നയിക്കുന്നവരല്ലേ? ത്യാഗ ജീവിതം, പരിത്യാഗിയുടെ ജീവിതം. നമുക്കത് വേണോ? എനിക്ക് വേണ്ടാത്തത് നിനക്ക് വേണോ? അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തെ അങ്ങനെ തന്നെ അനുകരിച്ച സ്വഹാബിയല്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അസ്ർ നിസ്കരിക്കാൻ ഹബീബായ നബി തങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോഴാ ഇമാം തുർമുദിയുടെ ജാമിഉൽ കാണാം ഹദീസ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ പറയാണ്, പുന്നാര നബി തങ്ങൾ ഒരിക്കൽ ഒരു ഈത്തപ്പനയുടെ പരിവരുത്ത പായക്ക് മുകളിൽ കിടന്നുറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുറത്തതിന്റെ അടയാളമുണ്ടായി. വഖദ് അസ്റ ഫീ ജംബിഹി ഫഖുൽനാ, അന്ന് ഞങ്ങൾ ആ അടയാളം കണ്ട് വല്ലാതെ വേദനിച്ചു. പുന്നാര നബിയോട് ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ലബിത്തഖദനാ ലക വിതാ, നബിയെ അങ്ങേക്ക് ഞങ്ങൾ മിനുസമുള്ള ഒരു പുതപ്പ് മെത്ത ഉണ്ടാക്കി തരട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മാലി വലിദ്ദുനിയ, എന്ത് പറ്റി സ്വഹാബ? എനിക്കോ അതിന്റെ ആവശ്യമേ ഇല്ല. മാ അന ഫിദ്ദുനിയ ഇല്ലാ കറാകിബിൻ, ഈ ദുനിയാവിന്റെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു യാത്രക്കാരനെ പോലെ. ദീർഘദൂരം യാത്ര ചെയ്യാൻ കൊടുംവെയിലിൽ അയാൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മരത്തിന്റെ തണല് കണ്ടപ്പോൾ ഒന്ന് വിശ്രമിക്കാൻ അതിന്റെ ചുവട്ടിൽ കയറി. വെയിൽ കുറഞ്ഞപ്പോൾ അദ്ദേഹം യാത്ര തുടർന്നു. അദ്ദേഹം മരത്തിന്റെ തണൽ ഉപേക്ഷിച്ചു പോയ പോലെയാ ഈ ദുനിയാവിനെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞ മുത്തുനബിയുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഭാര്യയോട് പറയാണ്, പെണ്ണെ, മധുരത്തിന്റെ രുചി നമുക്ക് വേണ്ട. പ്രിയപ്പെട്ടവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് കുടുംബത്തിന്റെ ചെലവിന് വേണ്ടി തന്ന പണത്തിൽ നിന്നും മധുരത്തിന് വേണ്ടി മാറ്റിവെച്ച സംഖ്യ ഒഴിച്ചു നിർത്തിയത് തന്നാലും നിന്റെ കുടുംബത്തിന്റെ ചെലവ് നടക്കുമെങ്കിൽ ഇനി മുതൽ നിനക്ക് ഞാൻ അത്ര കുറച്ച് തരുന്നേ ഉള്ളൂ. നിനക്ക് പൊരുത്തമല്ലേ? അതെ, എനിക്ക് പൊരുത്താണ്. അങ്ങനെ മധുരം കഴിച്ചില്ല എന്നുള്ളതാണ്. കാരണം അവർ അള്ളാഹുവിന്റെ അർശിന്റെ തണല് കിട്ടുന്ന വിഭാഗത്തിനുള്ള യോഗ്യത ഉള്ളവരാണ്. നീതിമാന്മാരായ ഭരണകർത്താക്കൾ അവരുടെ ആഗ്രഹങ്ങളെ മാറ്റിവെച്ചവരാ, അവരുടെ താല്പര്യങ്ങളെ മാറ്റിവെച്ചവരാ, ദിവസങ്ങളോളം പട്ടിണി കിടന്നവരാ, ഇല്ലായ്മയും വല്ലായ്മയും ആരോടും പറയാത്തവരാ ഭരണാധികാരികൾ. അങ്ങനെ ജീവിച്ച മഹത്തുക്കളുണ്ട്. ഷാജഹാൻ ചക്രവർത്തിയുടെ പൊന്നുമോനുണ്ട് ഔറംഗസീബ് ആലംഗിരി റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ മഹാന, മിസ്കീനായി ജീവിച്ച മഹാന. കുടുംബം പുലർത്താൻ രാജപദവിയിലും തുപ്പിതുന്നിയും ഖുർആന്റെ പകർപ്പുകൾ നല്ല മനോഹരമായ കൈപ്പടയുള്ള നല്ല കൈയക്ഷരത്തിൽ അറബി ഭാഷ എഴുതുന്ന മഹാൻ ഭരണകർത്താവ്. ഖുർആന്റെ പകർപ്പുകൾ എഴുതി ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ ഇങ്ങനെ എഴുതി ആളുകൾക്ക് വിൽക്കും, തൊപ്പി ഉണ്ടാക്കി വിൽക്കും, തസ്ബീഹ് മാല കോർത്ത് വിൽക്കും. രാജാവിന്റെ പരിപാടി അതാ. കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം കഴിയും. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ദുനിയാവ് ഉപേക്ഷിച്ച ഒരുപാട് മഹാന്മാരുണ്ട്. അങ്ങനെ ഉള്ളവര് ഭൂമിയിൽ പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരാ. അവരുടെ മുന്നിൽ
അഭയം തേടി വരുന്നവർക്ക് കൊടുത്തവരാ. പലപ്പോഴും സ്വഹാബികളിലെ ഭരണാധികാരികൾ ആരെന്ന് തിരിച്ചറിയാതെ സമൂഹം വായിൽ കൈവച്ചു പോയവരാ. അവര് നന്മ പറയാൻ യോഗ്യരായിരുന്നു. ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നല്ലോ, എല്ലാവരും സന്തോഷിച്ചു, മദീന മുഴുവൻ സന്തോഷത്തിലാ. അപ്പോഴുണ്ട് മദീനയിൽ ഒരു കൂരയിൽ ഒരു ഉമ്മ മാത്രം പൊട്ടിക്കരയാ. അവർ കരയുന്ന വാർത്തയെ ഒരു സ്വഹാബി വന്നുകൊണ്ട് സിദ്ദീഖിന്റെ ചെവിയിൽ പറയാ റളിയല്ലാഹു അൻഹു. ആ ഉമ്മയെ സംരക്ഷിക്കാൻ, ആ ഉമ്മയുടെ കരച്ചിൽ എന്തെന്നറിയാൻ വേണ്ടി കാരണം തേടാൻ പരിവാരങ്ങളോടുകൂടെ ഖലീഫ അവരുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ആ ഉമ്മ കണ്ണിന്റെ കാഴ്ച കുറെ നഷ്ടപ്പെട്ടിട്ടുള്ള ഉമ്മ അങ്ങനെ സങ്കടമേറ്റു പറയുകയാണ്, മദീനയിൽ അബൂബക്കർ സിദ്ദീഖ് ഭരണാധികാരത്തിൽ എത്തിയെന്നാണ് കേട്ടിട്ടുള്ളത്. നാളെ മുതൽ ഞാൻ പട്ടിണിയാണല്ലോ, അതോർത്ത് കരഞ്ഞതാ. സിദ്ദീഖ് തങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ഉമ്മയോട്, സിദ്ദീഖ് ഭരണാധികാരിയായാൽ നിങ്ങൾ അങ്ങനെ പട്ടിണിയാകും ഉമ്മ? അപ്പോൾ ആ ഉമ്മ പറഞ്ഞു, നാളെ മുതൽ എന്റെ വീട്ടിൽ ആടിനെ കറക്കാൻ ആള് വരൂല. ഒരു ആടിനെ കറന്ന പാല് വിറ്റ് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാ എന്റെ കുടുംബം കഴിയുന്നത്, ഞാൻ കഴിഞ്ഞു പോകുന്നത്. നാളെ മുതൽ എന്റെ വീട്ടിൽ ആടിനെ കറക്കാൻ ആള് വരൂല, അതോർത്ത് ഞാൻ കരഞ്ഞതാണെന്ന് പറഞ്ഞു. പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? സിദ്ദീഖ് തങ്ങൾ പരിവാരങ്ങളോടൊപ്പം പറഞ്ഞു, ഉമ്മ, ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ വന്ന ആടിനെ കറന്ന് ഇന്ന് രാവിലെയും ആടിനെ കറക്കാൻ വന്ന അതേ സിദ്ദീഖ് തന്നെ നാളെ ഖലീഫയുടെ പദവിയിലിരുന്നു കൊണ്ട് നിങ്ങളുടെ വീട്ടിലെ ആടിനെ കറക്കാൻ വരുമെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ്. പട്ടിണിയല്ല, പദവിയിൽ നിന്ന് താഴെ ഇറങ്ങി, പദവിയിൽ നിന്നും താഴെ ഇറങ്ങി. അവര് നന്മ പറയാൻ യോഗ്യരായിരുന്നു. അവർ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് തണലായി വെച്ചവരാവർ. ഭൂമിയിലെ മനുഷ്യരുടെ തണലായിരുന്നവർ. I believe that if a man like him were to assume the dictatorship of the modern world, ബർനാഷ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തണല് ഭൂമിയിൽ കിട്ടിയാൽ, ഞാൻ വിശ്വസിക്കുന്നു ഇവിടത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്നു. ബർനാഷ ഒരു മുസ്ലിം പോലും, ഒരു മതവിശ്വാസി പോലും അല്ല. അത്രയും വലിയ പ്രതീക്ഷകളായിരുന്നു, വിശ്വാസമായിരുന്നു. പെരുത്തു നൂറ്റാണ്ടുകൾ കിടക്കലൊരിക്കലീമൊരു പറമ്പാബുലകത്തിലീശ്വരൻ നടുന്നു വൃക്ഷത്തെ തണിക്കു പാന്തരായി വരുന്നവർക്കുത്തമ വിശ്രമത്തിനായി. ലോകത്തുള്ള എല്ലാവർക്കും വിശ്രമിക്കാനുള്ള ഒരു തണലായിരുന്നു മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് മരങ്ങൾ എങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടാ പോയത്, ആർക്കും ചെന്ന് പറയാം. ഏത് പരാതിയും കേൾക്കാൻ വന്ന് ഉപവിഷ്ടരാകുന്ന രാജപദവികളിൽ നിന്നും താഴെ ഇറങ്ങിയ വിനയാന്യതരായ മഹാന്മാരായ ഖലീഫമാർ. മദീനയിൽ പെണ്ണ് കെട്ടാൻ ചെറുപ്പക്കാർക്ക് പറ്റാതെ വന്നു. എന്താ? മഹർ കൊടുക്കണം. മഹർ ഇല്ലാണ്ട്, മഹർ കൊടുക്കാനുള്ളത് കയ്യിലില്ലാത്തവര് ധാരാളം ഉണ്ടായി. എന്നാ കല്യാണ പ്രായമായി. ഇന്ന് ചെറുക്കന്മാര് നിക്കാനും വന്നിരിക്കുമ്പോ മോനെ മഹർ എത്രയെന്ന് വെച്ചാൽ അവൻ ആദ്യം മൂത്താപ്പാടെ നോക്കും, പിന്നെ വല്യാപ്പാടെ നോക്കും. കാരണം വാപ്പാടെ ഉണ്ടെങ്കിൽ വാപ്പാടെ നോക്കും. ഇന്ന് ആരും കണ്ടില്ല ചോദിക്കും, അളിയന്റെ അടുത്ത് എത്ര അളിയാ മഹർ? എന്തുട്ട് ഇവൻ കല്യാണം കഴിക്കാൻ പോകുമ്പോ ഇവൻ കൊടുക്കേണ്ട മഹർ ചോദിച്ചപ്പോ അളിയനാ പറയേണ്ടത്. മഹർ എത്രയാന്നറിയില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയാപ്പിളക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് ഭരിച്ച കാലഘട്ടത്തിൽ മഹർ പെണ്ണിനിങ്ങനെ ഓരോരുത്തർ കൂടുതൽ കൊടുക്കലായി. മഹർ കൊടുക്ക എന്നത് വലിയ ഡിമാൻഡിൽ നിൽക്കുക. അപ്പോ അഷ്ടിക്ക് വകയില്ലാത്തവന് കല്യാണം കഴിക്കാൻ പറ്റണില്ല. ചെറുപ്പക്കാരൊരുപാട് അവിവാഹിതരിങ്ങനെ കൂടുമ്പോൾ ഉമർ ഒന്ന് പ്രഖ്യാപിച്ചു, മഹറിന്റെ കാര്യത്തില് സ്ത്രീ സമൂഹം ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാവണോട്ടോ, ഒരു അല്പമൊക്കെ കുറയ്ക്കാം. സ്ത്രീധനല്ലാട്ടാ മഹർ. ഇത് മദീനത്തെ പള്ളിയിൽ ഉമറിന്റെ ഒരു അഭിപ്രായം പോലെ അടിച്ചേൽപ്പിച്ചതല്ല. ഒന്ന് പറഞ്ഞെന്ന് കേട്ടപ്പോൾ വഴിയോരത്ത് വെച്ച് പിറ്റേ പകലിൽ ഉമറിനെ പിടിച്ചു നിർത്തി ഒരു ഉമ്മ. എന്നിട്ട് പറഞ്ഞു, ഉമറേ,
ഞങ്ങളുടെ അവകാശത്തെ തടയാൻ നിനക്കാരടാ അധികാരം തന്നത്? കേട്ടുണ്ട് നിന്നുള്ളൂ, ഒന്നും പറയാൻ കഴിയില്ല. നിന്നുകൊടുത്തു. കേൾക്കണം ആര് പറഞ്ഞത്? ഒരു കിളവി പറഞ്ഞത് കേൾക്കണം. ആര് കേൾക്കണം? മഹാനായ ഉമർ റളിയല്ലാഹു ഉമറിനെ ബഹുമാനിക്കാത്ത ഒരു മലക്കും അല്ലാഹുവിന്റെ ആകാശത്തിലില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനത്തെ ഉമർ നിന്ന് വിറച്ചു. വഴിയിൽ വെച്ച് ആധ്യാത്മിക ചിന്തയുള്ള ഒരു സഹാബി ചോദിച്ചു, ഭരണക്ക് എങ്ങനെയാ? ഉമർ പറഞ്ഞു, നന്നായി പോകുന്നു, നന്നായി പോയേ പറ്റൂ. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വഴിയോരത്ത് വെച്ച് ആധ്യാത്മിക ചിന്തയുള്ള സൂഫി കയ്യിലുള്ള വാള് മൂർച്ച വെച്ചിട്ടാണ് ഉമറിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വഴിയോരത്ത് വെച്ചൊരു കല്ലിൽ ഇങ്ങനെ വാള് തേച്ച് മൂർച്ച വെച്ചിട്ട് ഉമറിനെ കണ്ടു. ഉമറിനോട് ചോദിക്കാം, എന്താ ഉമറെ, ഭരണമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകണം, അൽഹംദുലില്ലാഹ്. നന്നായിട്ട് പോവും. എന്തേ? ഈ സാധനം അങ്ങാടിയിൽ വാങ്ങാൻ കിട്ടുമെങ്കിൽ ഉമറെ നീ നന്നാവും. കേട്ടോണ്ട് നിന്നു. മനസ്സിലായില്ല? ഈ വാള് അങ്ങാടിയിൽ വാങ്ങാൻ കിട്ടുമെങ്കിൽ നീ നന്നായിട്ടേ ഭരിക്കൂ. അല്ലെങ്കിൽ ഞങ്ങള് കേട്ടുകൊണ്ട് നിന്നു. അതായിരുന്നു വിനയമായിരുന്നു. ഭൂമിയിലെ ജനങ്ങൾക്ക് അവർ തണല് കൊടുത്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ദീന് പറയാൻ അവർക്ക് യോഗ്യതയുണ്ടായി. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതും പഠിപ്പിച്ചതും നടപ്പാക്കാൻ അവർക്ക് യോഗ്യതയുണ്ടായി. സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചവരോട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സധൈര്യം ഇറങ്ങിച്ചെന്നുകൊണ്ട് സക്കാത്ത് ചോദിച്ചു. 20 റക്അത്ത് തറാവീഹാണ്. തറാവീഹ് നിസ്കാരത്തിന്റെ റക്അത്ത് എന്ന് റസൂൽ പഠിപ്പിച്ചതാ. അത് പരസ്യമായി ജമാഅത്തായി നിർവഹിക്കാൻ ആഹ്വാനം കൊടുത്തു സയ്യിദുനാ ഉമർ. ജുമുഅക്ക് നേരത്തെ പള്ളിയിലേക്ക് എത്താൻ സൂചനാ സമയമായി. ളുഹറിന്റെ നേരത്തെ സാധാരണ കൊടുക്കുന്ന വാങ്ക് വെള്ളിയാഴ്ച ഉണ്ടാവലില്ല. അതാ ഖുത്ബയുടെ തൊട്ടുമുമ്പാണ് ഇത്തിരി വൈകിട്ട് കൊടുക്കുക. എന്നാ ഒരെണ്ണം കൂടി ആയിക്കോട്ടെ, ആ സാധാരണ പതിവായുള്ള നേരത്തത് മുടങ്ങണ്ട. സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്. അങ്ങനെ കൊടുത്തു. അള്ളാഹുവിന്റെ ദീന് പറയാൻ അവർ യോഗ്യനായിരുന്നു. അവർ നീതിമാന്മാരായതുകൊണ്ട് അള്ളാഹു അവർക്ക് തണല് കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഫത്ഹുൽ ബാരി ഇമാം സൈനുദ്ദീൻ അബ്ദുറഹ്മാൻ ഇബ്നു അഹ്മദ് ഇബ്നു റജബ് അൽ ഹംബലി തങ്ങൾ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നു.